ഹായ് ഫ്രണ്ട്സ്, അരിപ്പൊടി വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത ഹെൽത്തിയായ കാണാൻ നല്ല ഭംഗിയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു ഫില്ലിങ് റെഡിയാക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് സവാളേൻ്റെ കളറ് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് പൊടികളുടെ എല്ലാം റോ ടേസ്റ്റ് മാറുന്നത് വരെ ഇതൊന്നുകൂടി മൂപ്പിച്ചെടുക്കാം. പൊടികളിടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. പൊടികൾ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണിത്. ഇതും കൂടി ഇട്ട് കൊടുക്കുക. വേവിച്ച ചിക്കൻ പൊടിച്ചെടുത്തതാണിത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിൻ്റെതും മസാലേൻ്റെ ഒക്കെ ടേസ്റ്റ് ഈ ചിക്കനിലേക്ക് പിടിക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുക. ഈ സമയത്തും ഫ്ലെയിം സിമ്മിലായിരിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവും ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് 3 ടേബിൾ സ്പൂൺ തേങ്ങ, 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടിയിട്ട് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് ഈ കപ്പിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല നേരിയ അരിപ്പൊടിയായത്. ഈ പൊടിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ക്രഷ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങയും ജീരകവും ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ജീരകം വലുത് തന്നെ ആയിരിക്കണം. ചെറിയ ജീരകമാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. വലിയ ജീരകമായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇതെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് കുഴക്കാൻ വേണ്ടി നല്ല ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി. ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുക. നല്ല തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം. കൈ കൊണ്ടൊന്നും കുഴക്കാൻ പാടില്ല. ഇതുപോലെ സ്പൂണ് കൊണ്ട് കുഴച്ചാൽ മതി. ചൂട് ചെറുതായി ഒന്ന് മാറിയതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചാൽ മതി. കൈ കൊണ്ട് തൊടാനുള്ള പാകത്തിനുള്ള ചൂടായതിന് ശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഇത് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത ഈ മാവ് ഇതുപോലെ മീഡിയം സൈസുള്ള ബോൾസാക്കി മാറ്റി വെക്കാം. അതിനുശേഷം ഓരോ ബോൾസ് ഇതുപോലെ പരത്തിയെടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവി പരത്തിയെടുത്താൽ ഈസി ആയിട്ട് പരത്താൻ പറ്റും. കുഴക്കട്ടി ഉണ്ടാക്കാൻ വേണ്ടി പരത്തൂലേ, അതുപോലെ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് വെച്ച് കൊടുക്കണ്ട. കൂടുതലാകുമ്പോൾ ഇത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പൊട്ടിപ്പോവും ചിലപ്പോൾ. ഇത് ഇതുപോലെ സൈഡെല്ലാം പ്രസ് ചെയ്ത്, ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ്. ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മാവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഈ സമയത്ത് വെള്ളം ബോയിലായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഈ തട്ടിലേക്ക് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വരും. ഇത് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ കലക്കിയെടുക്കണം. ഇത് തിക്കായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ച് ലൂസ് തന്നെ ആയിരിക്കണം. ഈ മുളക് പൊടിക്ക് തീരെ എരിവില്ലാത്ത പൊടിയാണ്. ഇതിന് എരിവില്ലാത്ത പൊടിയാണ് വേണ്ടതും കൂടി. ഇത് കളറിന് വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഇതിൽ മുക്കിയെടുക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി സാധാരണ മീൻ വറുത്തെടുക്കൂലേ, അതേപോലെ ചെയ്തെടുക്കണം.
എണ്ണ വളരെ കുറച്ച് മതി. വേണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുളക് പൊടീൻ്റെ ആ പച്ചമണമൊന്ന് മാറേണ്ട അത്രേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് ചൂടായി വരികയും ചെയ്യും. മുളക് പൊടീൻ്റെ ആ കോട്ടിംഗ് ഇല്ലേ, അതൊന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ കണ്ണൂരിലുള്ള സാധാരണ എല്ലാ ചായക്കടയിലും കിട്ടുന്ന കൽമാസ്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കൽമാസ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.